LDF ബുക്ക് ചെയ്ത മതിലിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജി സുധാകരന്റെ പോസ്റ്റർ പതിച്ചു. പോസ്റ്ററുകൾക്ക് മേൽ എച്ച് സലാമിന്റെ പോസ്റ്ററുകൾ LDF പിന്നീട് പതിപ്പിച്ചു. CPM പ്രവർത്തകർ പോസ്റ്റർ ഒട്ടിക്കുന്ന വീഡിയോ ജി സുധാകരൻ തന്നെ നേരിട്ട് പങ്കുവച്ചു. ഇരുട്ടായതിൻ്റെ ലേശം കാണാൻ ബുദ്ധിമുട്ടുണ്ട്. താൻ മുമ്പ് ജോലി വാങ്ങിക്കൊടുത്ത ഒരാളാണ് ഈ പോസ്റ്റർ കീറിയതെന്നാണ് ജി സുധാകരന്റെ പ്രതികരണം. അശ്വിൻ പാലാഴി വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. പറയൂ അശ്വിൻ. എന്തായാലും ഇന്നലെ രാത്രി ആ പോസ്റ്റർ വിവാദത്തിന് പിന്നാലെ അതിൽ ജി സുധാകരൻ ഒരു പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഈ CPM ബുക്ക് ചെയ്ത മതിലിലാണ് ജി സുധാകരന്റെ പോസ്റ്റർ ഒട്ടിക്കുന്നത്. അതിന് പിന്നാലെ CPM പ്രവർത്തകരെത്തി അതിനു മുകളിൽ എച്ച് സലാമിന്റെ പോസ്റ്റർ ഒട്ടിച്ചതിന്റെ ദൃശ്യങ്ങളാണ് ജി സുധാകരൻ ഇപ്പോൾ ഫേസ്ബുക്കിലടക്കം പങ്കുവച്ചിരിക്കുന്നത്. അതിൽ CPM പ്രവർത്തകരെ പരിഹസിച്ചുകൊണ്ടുള്ള വീഡിയോയാണ് പങ്കുവച്ചിരിക്കുന്നത്. കഷ്ടമെന്നല്ലാതെ എന്ത് പറയാൻ എന്നുള്ള തലക്കെട്ടോടുകൂടി അദ്ദേഹം പല കാര്യങ്ങളും തുറന്നെഴുതുന്നുണ്ട്. അതിൽ ഈ പോസ്റ്റർ വിവാദത്തിൽ അദ്ദേഹത്തിന്റെ വിഷമം എന്തെന്നാൽ അതിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ചില ചെറുപ്പക്കാരെയാണ് എന്നാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഈ വീഡിയോ തന്നെ നോക്കൂ. പോസ്റ്റർ നശിപ്പിക്കുന്ന വ്യക്തിക്ക് താൻ ജോലി വാങ്ങിക്കൊടുത്താണ്. ഒരു കാലത്ത് അദ്ദേഹം മന്ത്രിയായിരുന്ന സമയത്ത് ജീവിത ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് യുവാവ് തന്റെ അടുത്തെത്തുന്നു. പിന്നീട് ഒരു അപേക്ഷ തരുന്നു. ആ അപേക്ഷയിലെ കാര്യങ്ങൾ പരിഗണിച്ച് പിന്നീട് PWDയിൽ ഒരു താൽക്കാലിക ജോലി ഈ യുവാവിന് വാങ്ങി നൽകുന്നു. ആ യുവാവ് തന്നെ ഇപ്പോൾ തന്റെ പോസ്റ്റർ കീറാനായി പാർട്ടിക്കാരുടെ വാക്ക് കേട്ടെത്തുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് കുറിപ്പ്. ഒപ്പം ജില്ലാ കളക്ടർക്കും വരേണ്യ അധികാരികൾക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകും എന്നുകൂടി അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും പ്രചരണം അതിന്റെ പല ഘട്ടത്തിലൂടെ പോകുമ്പോൾ CPM സുധാകരനെയും സുധാകരൻ CPMനെയും കടന്നാക്രമിക്കുമ്പോൾ ഒരു പോസ്റ്റർ വിവാദം കൂടി അമ്പലപ്പുഴയിൽ വലിയ തോതിൽ ചർച്ചയാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.